മരിച്ചുപോയ ടി.പി. ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്ന ടി.പിയേക്കാൾ ശക്തനാണ്. കേരള രാഷ്ട്രീയത്തിന് മറക്കാനാകാത്ത 51 വെട്ടുകളേറ്റ് മരിച്ച ടി.പി. ചന്ദ്രശേഖരനെ കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞ വാക്കുകളാണിത്. ടി.പിയെ കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള ആസൂത്രിത നീക്കം ഇപ്പോൾ CPM-നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ടി.പി എന്ന വാക്ക് താൻ ഈ ജന്മം ഉച്ചരിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രിയും ചട്ടം പോലും വകവയ്ക്കാതെ മുഖ്യമന്ത്രിയുടെ മുഖം എങ്ങനെയും രക്ഷിക്കാൻ ഒരുങ്ങിയ സ്പീക്കർ AN ഷംസീറും ഇപ്പോൾ സഭയിൽ ഒളിച്ചു കളിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുമ്പ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നടത്തിയത്. പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കമില്ല, അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് സ്പീക്കർ പറഞ്ഞത്. അവസാനം സ്പീക്കറും മുങ്ങി. 2012 മെയ് 4 കുറെ നരാധമന്മാരുടെ വെട്ടേറ്റ് മരിച്ച് അന്നു മുതൽ ഇന്നുവരെയും CPM-ന് മറക്കാൻ സാധിക്കാത്ത, CPM-ന്റെ കഴുത്തിന് മുമ്പിൽ ഓങ്ങിയ ഒരു വലിയ വാളായാണ് മരണമടഞ്ഞ ടി.പി. ചന്ദ്രശേഖരൻ നിലകൊള്ളുന്നത്. 18ാം വയസ്സിൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായും കേന്ദ്ര കമ്മിറ്റി അംഗമായും DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. CPM-ന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ വന്ന മാറ്റത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് അദ്ദേഹം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 2012 മെയ് 4 രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ മരണവാർത്ത പുറത്തു വരുന്നത്. 51 വെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒന്നടങ്കം ടി.പി. വധത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ കൃത്യം നടന്ന് 4 ദിവസങ്ങൾക്കകം വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമുണ്ടായി. മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടലുണ്ടായോ എന്ന മാധ്യമ ചോദ്യത്തിന് മുമ്പിൽ ഒരു പുഞ്ചിരി നൽകിയ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: കുലങ്കുത്തികൾ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും. CPM-ന്റെ കോട്ടയിൽ RMP എന്ന പാർട്ടി ഉണ്ടാക്കി അത് വളർത്തി വലുതാക്കിയതിൽ ടി.പിയോടുള്ള അമർഷം CPM നേതൃത്വത്തിന് എത്ര വലുതായിരുന്നു എന്നാണ് ആ വാക്കുകൾ വ്യക്തമാക്കുന്നത്. 2006 ഭരണം ലഭിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയിട്ടും ഇന്നുവരെയും ഒരിടത്തു പോലും ടി.പി. വധത്തെ അപലപിക്കാനോ പ്രതികളായ ഗുണ്ടകളെ തള്ളിപ്പറയാനോ പിണറായി തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് തൊട്ടാൽ പൊള്ളുന്ന പേരാണ് ടി.പി. ചന്ദ്രശേഖരൻ. ഇന്നുവരെ ഉച്ചരിക്കാൻ പോലും പിണറായി വിജയൻ മുതിർന്നിട്ടുമില്ല. ഇന്ദ്രനെയും ചന്ദ്രനെയും പോലും ഭയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് ടി.പി. എന്ന വാക്കു പറയാൻ പോലും മടിയാണ്. അതിനാലായിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ച് മറുപടി നൽകേണ്ട തക്കത്തിൽ പിണറായി കേന്ദ്ര കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് പിടിച്ച് മുങ്ങിയത്. പകരം പണിയേറ്റെടുത്തത് സ്പീക്കർ. ചട്ടമെല്ലാം കാറ്റിൽ പറക്കെ ഒരിക്കലും സർക്കാർ ഫയൽ ഉദ്ധരിച്ച് മറുപടി പറയാൻ പാടില്ലാത്ത സ്പീക്കർ മറുപടി പറഞ്ഞെന്ന് മാത്രമല്ല, പുലുവാല് പിടിക്കുകയും ചെയ്തു. കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവിന് നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയം അനുവദിക്കാത്തത് എന്നായിരുന്നു സ്പീക്കറുടെ വാദം. എന്നാൽ ഷംസീറിന്റെ ന്യായീകരണം പച്ചക്കള്ളമാണ് എന്നായിരുന്നു പിന്നീട് വന്ന നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടെ കുരുക്കിലായ സ്പീക്കർ AN ഷംസീറും പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ നിഷ്കളങ്കമായി മുങ്ങി. സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലകൊണ്ടതാകട്ടെ മന്ത്രി MB രാജേഷ് ആയിരുന്നു. ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് നേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. എന്തായാലും ജീവിച്ചിരുന്ന ടി.പിയേക്കാൾ ഇപ്പോൾ CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മരിച്ച ടി.പിയെയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മറ്റ് CPM നേതാക്കളും ഇന്നും ജയിലിൽ കിടക്കുന്ന കുറച്ച് ഗുണ്ടകളെ ഭയക്കുന്നത്? മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ എന്ത് തെളിവുകളാണ് അവരുടെ കയ്യിലുള്ളത്?